ഹലോ മുത്തുമണികളെ, ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. അതായത് കുറേ പേര് എൻ്റെ അമ്മ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ട സമയത്ത് അമ്മയെക്കുറിച്ച് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കമൻറ്റിലല്ല, എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും എൻ്റെ വാട്സപ്പിലും ഒക്കെ വന്നിട്ട് ഇങ്ങനെ കുറേ ആൾക്കാർ ഇത് അമ്മയുടെ വീടാണോ, പിന്നെ അമ്മ എന്ത് ജോലി ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ചും കൊണ്ട് കുറേ ആൾക്കാർ ചോദിച്ചതിൻ്റെ ഫലമായിട്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ. എൻ്റെ അമ്മ ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കുകയാണ്. ആ വീട്ടിലെന്ന് പറയുന്നത് ഒരു അമ്മമ്മ മാത്രമേ ഉള്ളൂ. അമ്മൂമ്മയ്ക്ക് സ്ട്രോക്ക് വന്നിട്ട് അങ്ങനെ ശരീരം തളർന്നിട്ട് കിടക്കുകയാണ്. കുറേ വർഷമായി, 5 വർഷം ആവാറായി എൻ്റെ അമ്മ ആ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നു. ഇതിനു മുമ്പ് ഇവരുടെ തന്നെ ഈ അമ്മ ഇപ്പം നിൽക്കുന്ന അവരുടെ തന്നെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ 5 വർഷത്തിൽ കൂടുതൽ അവരുടെ ഉമ്മാനം ഇതുപോലെ സ്ട്രോക്ക് വന്നിട്ട് നോക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ആ ഒരു പരിചയത്തിൻ്റെ പുറത്താണ് ഇവരും എൻ്റെ അമ്മേനെ അവിടെ കൊണ്ടുവന്നാക്കിയിരിക്കണം. അവിടെ ആ വീട്ടിൽ അവരുടെ പിന്നെ മകനും മരുമകളുമാണ്, രണ്ടുപേരും ഗൾഫിലാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അവരുടെ വേറെ മക്കൾ താമസിക്കുന്നുണ്ട്. പോലീസിലാണ് അവരുടെ ഒരു മോനും മരുമോളും പോലീസിലാണ്. പിന്നെ അതുപോലെ തന്നെ അവരൊക്കെ വലിയ ജോലിയിലൊക്കെ ഇരിക്കുന്ന നല്ലൊരു ഫാമിലിയാണ്. പക്ഷെ ഞങ്ങളെ അങ്ങനെ ജോലിക്കാരായിട്ടല്ല അവർ കാണുന്നത്. ഞങ്ങളടുത്ത് ഭയങ്കര സ്നേഹവും എന്ത് വിഷയം ഉണ്ടെങ്കിലും ഞങ്ങളടുത്ത് വിളിച്ച് സംസാരിക്കുകയും എന്നോട് പോലും, എൻ്റെ അമ്മയാണ് അവിടെ ജോലി ചെയ്യുന്നതെങ്കിൽ പോലും എന്നോടും അവർ ഭയങ്കര സ്നേഹത്തിലാണ് സംസാരിക്കുന്നത്. നല്ലൊരു വീട്ടുകാരാണ്. ഈ ഒരു വീട്ടുകാരനെ പറയുമ്പം ഇതിനു മുമ്പ് നിന്ന് ആ വീട്ടിനെ കുറിച്ച് പറയേണ്ടി വരും. എന്നെ മക്കളെ എന്നാണ് അവർ വിളിക്കുന്നത്, ആ ഇത്ത വിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെയും കുറേ നാൾ നിന്നിട്ട് നല്ല പരിചയമാണ്. പിന്നെ എന്ന് പറയുന്നത് എൻ്റെ അമ്മയ്ക്ക് ഒരു മാസം അവിടെ ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന ക്യാഷ് എന്ന് പറയുന്ന ഒരു ബാറ്റ് പോകുന്നുണ്ടേ. എൻ്റെ അമ്മയ്ക്ക് ഒരു മാസം അവിടെ ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന ക്യാഷ് എന്ന് പറയുന്നത് 20,000 രൂപയാണ്. ഈ 20,000 രൂപ എൻ്റെ അമ്മയുടെ ഫുഡ്, എൻ്റെ അമ്മയുടെ സോപ്പ്, എണ്ണ ചെലവുകളെല്ലാം തന്നെ ആ വീട്ടുകാരാണ് നോക്കുന്നത്. അതിനും പുറമെയാണ് എൻ്റെ അമ്മയ്ക്ക് ആ ഒരു സാലറി അവർ കൊടുക്കുന്നത്. എൻ്റെ അമ്മയ്ക്ക് വീട്ടുവാടക കൊടുക്കേണ്ട കാര്യമില്ല. ആ വീട്ടിൽ തന്നെയാണ് അവർ താമസിക്കുന്നത്. ആ അമ്മമ്മേരെ കൂടെ ആ റൂമിൽ തന്നെയാണ് എൻ്റെ അമ്മ താമസിക്കുന്നത്. അപ്പോൾ വീട്ടുവാടക കൊടുക്കണ്ട, ഫുഡിൻ്റെ ചിലവില്ല, എണ്ണ, സോപ്പ് ഇതൊക്കെ ആ ഒരു ഫാമിലിയാണ് കൊടുക്കുന്നത്. അപ്പം ഈ ഒരു കാര്യം ഞാൻ പറയാനുള്ള റീസൺ എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ അമ്മ വലിയ ബിസിനസ്സുകാരിയൊന്നുമല്ല. പക്ഷെ പെട്ടെന്ന് എൻ്റെ അമ്മയുടെ അടുത്ത് ഒരു 50,000 രൂപ വേണം അമ്മ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അമ്മ എനിക്ക് എടുത്തു തരും. കാരണം അവർക്ക് വേറെ കൊടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു മക്കളില്ല. അതുപോലെ തന്നെ അവർക്ക് വലിയ ചിലവുകളൊന്നും തന്നെ ഇല്ല. പിന്നെ എന്തെങ്കിലും മൊബൈൽ ചാർജ് ചെയ്ത് കൊടുക്കുക, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത്. ഒരു നല്ല ഡ്രസ്സ് പോലും എൻ്റെ അമ്മ വാങ്ങൂല. ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്നത് ഏതാണോ അത് അവരിടും. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സുകൾ വാങ്ങിച്ച് അവർക്ക് കൊടുക്കണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. നല്ല ഡ്രസ്സ് ഇടണം, നല്ല ചെരുപ്പിടണം എന്നുള്ളതൊക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്കത് കിട്ടാത്തത് കൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് ആരുടെങ്കിലും ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് അവർക്ക് എന്തെങ്കിലും ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ആഗ്രഹമാണ്. അപ്പം എൻ്റെ അമ്മയ്ക്ക് ഞാൻ തന്നെയാണ് എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു കൊടുക്കുന്നത്. അത് ഇനി എത്ര പൊട്ടയാണെങ്കിലും എത്ര കൊള്ളരുതാത്ത സാധനമാണെങ്കിലും എൻ്റെ അമ്മ അത് കൊള്ളാം മോളെ, കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അത് ഇടുകയും ചെയ്യും. എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ ഈ കോട്ടൺ സാരിയൊക്കെ ഉടുക്കാനാണ് ഭയങ്കര ഇഷ്ടം. പക്ഷെ എനിക്ക് എൻ്റെ അമ്മേനെ പട്ടുസാരി ഉടുത്ത് കാണണം എന്നുള്ളതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം എൻ്റെ അമ്മ ഭയങ്കര പൊക്കം കുറഞ്ഞ ഒരാളായതുകൊണ്ട് തന്നെ അവർക്ക് ഈ കോട്ടൺ സാരി ഉടുക്കുന്നതാണ് എളുപ്പം. അതിങ്ങനെ നിവർന്ന് കിടക്കുമല്ലോ. പക്ഷെ എനിക്ക് എൻ്റെ അമ്മ പട്ടുസാരി ഉടുത്ത് കാണണം. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എപ്പോഴും ഇങ്ങനെ ആഗ്രഹിക്കുമായിരുന്നു എൻ്റെ അമ്മേനെ കൊണ്ട് ഒരു പട്ടുസാരി ഉടുപ്പിക്കണം എന്നുള്ളത്. അപ്പോൾ എൻ്റെ ആഗ്രഹം പോലെ തന്നെ ഞാൻ ഒരുപാട് പട്ടുസാരികൾ അവർക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും എൻ്റെ അമ്മയ്ക്ക് ഉടുക്കാൻ വേണ്ടിയിട്ട്
ഇഷ്ടമില്ല. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ട് ഒരു 1500 രൂപ ഒരു സാരി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു തവണ എൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് അത് ഉടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഇഷ്ടമില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. പക്ഷെ ഇവര് പൊക്കം കുറവായതുകൊണ്ട് തന്നെ ആ സാരി ഉടുക്കാൻ അവരെ കൊണ്ട് പറ്റൂല. പിന്നെ എനിക്ക് മനസ്സിലായി അതിൻ്റെ ആ ഒരു പടവടപ്പ് ഇവർക്ക് ഉടുക്കാൻ പറ്റാത്തതാണ് എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ എന്ത് വാങ്ങിച്ചു കൊടുത്താലും അത് ഭയങ്കര നിറഞ്ഞ മനസ്സോടുകൂടി വാങ്ങിക്കും. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് പിന്നെ എനിക്ക് എൻ്റെ കയ്യിൽ കുറേ സ്വർണങ്ങളുണ്ടായിരുന്നു. ഈ സ്വർണങ്ങളൊക്കെ തന്നെ എൻ്റെ അമ്മ എനിക്ക് കൂലിപ്പണി എടുത്തിട്ടും വീട്ടുജോലി ചെയ്തിട്ടും ഉണ്ടാക്കി തന്ന സ്വർണങ്ങളാണ് കേട്ടോ. അപ്പം ഈ സ്വർണങ്ങളൊക്കെ ഉണ്ടായിരിക്കുകയാണ് എൻ്റെ ഹസ്ബൻഡിന് സുഖമില്ലാതാകുന്നതും മെഡിക്കൽ കോളേജിൽ നിന്ന് ഞങ്ങൾ കിംസിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് വളരെ ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജിൽ എനിക്ക് മെഡിക്കൽ കോളേജിൽ നിന്ന് ഇദ്ദേഹത്തിനെ തരുമ്പോൾ ഞാൻ എൻ്റെ അമ്മേനെയാണ് വിളിച്ചിട്ട് ചോദിക്കുന്നത്, അമ്മ ഞാൻ നടന്നു പോയ വഴികളിൽ കൂടി എനിക്ക് ഒറ്റയ്ക്ക് നടക്കാനായിട്ട് പേടി തോന്നുന്നമ്മ എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് പൊട്ടിക്കരഞ്ഞു. അപ്പം എൻ്റെ അമ്മ പെട്ടെന്ന് തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, മക്കളെ നീ എനിക്ക് മോളാണെങ്കിൽ അവൻ എൻ്റെ മോനാണ്, എൻ്റെ മോനെ നിനക്ക് എവിടെ കൊണ്ടുപോയാലാണ് രക്ഷപ്പെടുത്താൻ പറ്റുന്നത് എന്ന് നോക്ക്, എൻ്റെ സമ്പാദ്യം മുഴുവൻ ഞാൻ നിനക്ക് തരാം. എൻ്റെ അമ്മ പ്രസവിച്ച മോനല്ല എൻ്റെ ഭർത്താവ്, എൻ്റെ അമ്മ പ്രസവിച്ച മോനല്ല. പക്ഷെ എൻ്റെ അമ്മേനെ ആ മനുഷ്യൻ വിളിക്കുന്ന ഒരു വിളിയുണ്ട്, അമ്മേ എന്ന ആ ഒരു വിളിയുണ്ട്. അത് തികഞ്ഞ സ്നേഹത്തിൽ തന്നെയാണ് എൻ്റെ അമ്മേനെ വിളിക്കുന്നത്. അത് അതേ രീതിയിൽ തന്നെ എൻ്റെ അമ്മ തിരിച്ചു കൊടുക്കുന്ന ഒരാളും കൂടിയാണ്. അപ്പോൾ വലിയ ബിസിനസ് കാര്യമൊന്നും അല്ല എങ്കിലും നമ്മളൊരു പെട്ടെന്നൊരു കാര്യത്തിന് വേണ്ടിയിട്ട് എൻ്റെ അമ്മേനെ വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ അമ്മ പെട്ടെന്ന് തന്നെ സഹായിക്കും. എനിക്ക് 1-2 രൂപയല്ല എൻ്റെ അമ്മ എനിക്ക് തന്നിട്ടുള്ളത്. അവസാനം പൈസ തികയാതെ വന്ന ഒരു സമയത്ത് കയ്യിൽ കിടന്ന എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമാണ് 2 സ്വർണ്ണ വള ഇടണം. പണ്ടേ അത് എൻ്റെ അമ്മ പറയുമായിരുന്നു, എനിക്ക് 2 സ്വർണ്ണ വള ഇടണം എന്ന് പറഞ്ഞിട്ട്. എനിക്ക് ഈ 2 വള വാങ്ങുന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അവർക്ക് അങ്ങനെ സ്വർണ്ണം ഇടണം എന്നുള്ള ഒരു ആഗ്രഹമൊന്നും ഇല്ല എങ്കിലും ആ വള അവർ ഭയങ്കര ആഗ്രഹിച്ചിട്ടാണ് വാങ്ങിച്ചത്. പക്ഷേ എനിക്ക് ഈ ഹോസ്പിറ്റലിൽ ബില്ലടയ്ക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പൈസ തികയില്ല എന്ന് ഒരു 4,900,000, അതായത് 5 ലക്ഷത്തിന് അടുപ്പിച്ചിട്ട് എനിക്ക് ബില്ല് വരുന്നുണ്ട്. ഈ ബില്ല് വന്നപ്പോൾ ലാസ്റ്റ് തികയാതെ വന്ന സമയത്തും എനിക്ക് അമ്മയുടെ അടുത്ത് എൻ്റെ എല്ലാ സ്വർണവും ഞാൻ കൊണ്ടുപോയി വിറ്റ്, എൻ്റെ അമ്മ എൻ്റെ അമ്മേരെ കഴുത്തി കിടന്നതും കാതി കിടന്നതും ഒക്കെ ഊരി എനിക്ക് തന്ന്, കൊണ്ടുപോയി വിറ്റോ മക്കളെ, അവൻ രക്ഷപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട്. അവസാനം എനിക്ക് ആ ബില്ല് കംപ്ലീറ്റ് അടയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ അമ്മയുടെ അടുത്ത് ഈ വള ചോദിക്കാൻ, എനിക്കറിയാമല്ലോ എത്രത്തോളം ഇവരെ ആഗ്രഹിച്ചിട്ട് വാങ്ങിച്ചിട്ട വളയാണ് എന്നെനിക്കറിയാം. എന്നിട്ട് ഞാൻ മനസ്സോടുകൂടി ആ 2 വള എൻ്റെ അമ്മയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഒരു വൈമനസ്യവും തോന്നാതെ എൻ്റെ അമ്മ ആ വളയും ഊരി എനിക്ക് തന്നു, ഒരു വൈമനസ്യവും കാണിക്കാതെ. ഇപ്പം എൻ്റെ അമ്മയുടെ കയ്യിൽ ആകെ കിടക്കുന്നതെന്ന് പറയുന്നത് ഒരു മോതിരം മാത്രമാണ്. അത് ഊരി എൻ്റെ മോൾക്ക് ഇട്ട് കൊടുത്തപ്പോൾ എൻ്റെ മനസ്സ് തേങ്ങി. എൻ്റെ മോൾക്ക് അത് ഊരി ഇട്ട് കൊടുത്ത്. ഞാൻ പറഞ്ഞു, വേണ്ട അമ്മ, അവർ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന കുട്ടികളാണ്, അവർ സ്വർണ്ണം ഇട്ടില്ലെങ്കിൽ ആരും കാണാൻ വേണ്ടിയിട്ട് പോകുന്നില്ല, അമ്മ അധ്വാനിച്ചതെന്ന് പറഞ്ഞിട്ട് അതെങ്കിലും എൻ്റെ അമ്മയുടെ കയ്യിൽ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ മോതിരം അങ്ങ് തിരിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പം ഞാൻ എന്ത് ചോദിച്ചാലും എനിക്ക് തരാൻ വേണ്ടിയിട്ടുള്ള കെൽപ്പ് എൻ്റെ അമ്മയ്ക്കുണ്ട്. 67 വയസ്സാണ്, വീട്ടുജോലിയാണ് ചെയ്യുന്നത്. എന്നാൽ പോലും ഞാൻ എന്ത് ചോദിച്ചാലും അത് തരാനുള്ള ഒരു കെൽപ്പ് എൻ്റെ അമ്മയ്ക്ക് ഇന്നും പടച്ചപ്പോൾ ആ ഒരു ആരോഗ്യവും ആയുസ്സും എൻ്റെ അമ്മയ്ക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് പോലും ചിലപ്പോൾ എനിക്കും എൻ്റെ മക്കൾക്കും വേണ്ടിയിട്ടായിരിക്കാം. ഞങ്ങൾ പതറിപ്പോയ സമയങ്ങളിൽ എനിക്ക് മനസ്സില്ല, എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് എനിക്ക് വാങ്ങിക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. അത് ചിലപ്പോൾ അധ്വാനിക്കുന്നവരുടെ ഒരു പ്രശ്നമായിരിക്കും. നമ്മൾ കഷ്ടപ്പെടുന്ന സമയത്ത് നമ്മളെ സ്വന്തം അമ്മേരതാണെങ്കിലും നമുക്ക് വാങ്ങിക്കാൻ മനസ്സുണ്ടാവില്ല. എൻ്റെ ഭർത്താവ് ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം ജോലി ചെയ്യുമ്പോൾ പോലും എനിക്കൊരു ബ്രേസർ വേണം മനുഷ്യ, എനിക്ക് 100 രൂപ താ എന്ന് ഞാൻ എൻ്റെ മനുഷ്യൻ്റെ അടുത്ത് ചോദിക്കൂല. അത് ചിലപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് ജീവിച്ചത് കൊണ്ടായിരിക്കാം. അപ്പം അത്രയും അധ്വാനിച്ച് ജീവിക്കുന്ന
ഞങ്ങളെ നോക്കിയിട്ട് ഞങ്ങൾ മറ്റുള്ളവരുടെ പണം കൊണ്ടാണ് ജീവിക്കുന്നത് എന്ന് പറയുമ്പോൾ, എടാ കഠിനാധ്വാനം ചെയ്താൽ കിട്ടുന്നത് പൈസ തന്നെയാണ്. എൻ്റെ അമ്മ 67 വയസ്സായിട്ട് പോലും എൻ്റെ കൂടെ നിൽക്കുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? മക്കളെ, എനിക്ക് ആരോഗ്യമുണ്ട്, എനിക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം ഞാൻ പണിയെടുത്തിട്ട് ജീവിക്കും എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അമ്മ നിൽക്കുന്നത്. അപ്പം സ്വന്തം ആഗ്രഹത്തിനോ സ്വന്തം ആവശ്യങ്ങൾക്കോ ഒന്നുമല്ല. ആ വീട്ടുകാർ പോലും പറയും ഇവര് ഒരു ഭക്ഷണം പോലും കഴിക്കുന്നില്ല, ഭക്ഷണം കഴിക്കൂല. എൻ്റെ അമ്മയ്ക്ക് ഭക്ഷണത്തിനോട് ആർത്തിയില്ല, ഒരു ഡ്രസ്സിനോട് ആർത്തിയില്ല, ഒരു സ്വർണത്തിനോട് ആർത്തിയില്ല. ചിലപ്പോൾ ആ അമ്മയെ കണ്ടു വളർന്നത് കൊണ്ടായിരിക്കാം എനിക്കും അതിനൊന്നും ആർത്തിയില്ല. എൻ്റെ അമ്മയായിരുന്നാലും ഞാനായിരുന്നാലും പണ്ടേ ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് സ്നേഹം തന്നെയാണ്. പക്ഷെ റബ്ബ് നമ്മളെ മനസ്സിൻ്റെ ആഴങ്ങൾ അറിയുന്നവൻ എന്ന് പറയുന്നത് പോലെ ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അതെനിക്ക് തരാറുണ്ട്. ഞാൻ മറ്റുള്ളവരിൽ നിന്ന് സ്നേഹമാണ് ആഗ്രഹിക്കുന്നത്, അതെനിക്ക് കിട്ടാറുണ്ട്. അതുപോലെ എൻ്റെ അമ്മ പ്രസവിച്ച ഒരു മകള് ഞാൻ മാത്രമാണെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് ചുറ്റും ഇപ്പോൾ 10,000 മക്കള് അമ്മേ അമ്മേ അമ്മയെന്ന് വിളിച്ചും കൊണ്ട് എൻ്റെ അമ്മയുടെ പിന്നാലെ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മ പാവമാണ്, അമ്മ ശരിക്കും പാവമാണെടാ, പാവമാണ്. എൻ്റെ അമ്മയുടെ ഭർത്താവ്, അതായത് എൻ്റെ അച്ഛൻ ഉപേക്ഷിച്ച് പോയ സമയത്ത് എൻ്റെ അമ്മയുടെ വീട്ടുകാരുടെ മുമ്പിൽ ചെന്ന് തലകുനിച്ച്, എൻ്റെ മകളെ വളർത്താൻ എനിക്ക് നിവൃത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തലകുനിച്ച് ചെന്ന് നിൽക്കുകയല്ല ചെയ്തത്. അവിടെ കല്ലും മണ്ണും ചുമന്ന് എന്നെ വളർത്തുകയാണ് ചെയ്തത്. അപ്പം അത്രയും സ്ട്രോങ് ആയ ഒരു സ്ത്രീനെ കണ്ടു വളർന്ന ഞങ്ങൾക്ക് മറ്റുള്ളവരുടെ പണത്തിൻ്റെ ആവശ്യമില്ല, മറ്റുള്ളവരുടെ പണം കൊണ്ട് ജീവിക്കേണ്ടുന്ന ആവശ്യം എനിക്കില്ല. പിന്നെ ഞങ്ങൾ തുച്ഛമായ വരുമാനത്തിൽ ജീവിച്ച് പഠിപ്പിച്ച ഒരാളാണ് എൻ്റെ അമ്മ അന്ന് കല്ലും മണ്ണും ചുമക്കുന്ന സമയത്ത് 2 രൂപയാണ് എൻ്റെ അമ്മയുടെ ശമ്പളം എന്ന് പറയുന്നത്. ആ 2 രൂപയിൽ തന്നെ ഈ പാർട്ടി പരമായിട്ട് എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ വരുന്ന സമയത്ത് ബക്കറ്റ് പിരിവ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ തന്നെ വന്നിട്ട് 1 രൂപ പിരിച്ചെടുത്തുകൊണ്ട് പോകും. പിന്നെ ബാക്കി 1 രൂപയിലാണ് ഞങ്ങൾ ജീവിച്ചത്. 1 രൂപയിൽ ജീവിച്ച് ശീലമുള്ള ഞങ്ങൾക്ക് ആഡംബരിച്ച് ജീവിച്ചിട്ട് എൻ്റെ അമ്മ ആഡംബരിച്ച് ജീവിക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ഭർത്താവായിരുന്നാലും എൻ്റെ ഭർത്താവിന് ആകെയുള്ള ഒരു ആഗ്രഹം എന്ന് പറയുന്ന നല്ല ഭക്ഷണം കഴിക്കണം. എൻ്റെ ഭർത്താവ് ഓർമ്മകളെല്ലാം നഷ്ടപ്പെട്ട് കിടക്കുന്ന സമയത്തും ഇങ്ങനെ ഞങ്ങൾ ഈ ട്രക്യോസ്റ്റമി ചെയ്തിട്ട് വെള്ളം ഇറങ്ങുന്നില്ല, വെള്ളം പോവില്ല, താഴോട്ട് പോവില്ല. അപ്പം ഇതിൻ്റെ ടെസ്റ്റ് നടത്തണം, വെള്ളം കുറച്ച് സ്പൂണിൽ കൊടുത്തു നോക്കണം. ഈ അന്നനാളവും ശ്വാസകോശവും തമ്മിലുള്ള ദ്വാരം രണ്ടും അടുത്തടുത്താണ്. അപ്പം ഇതിങ്ങനെ തുറന്നിട്ട് ആ ട്യൂബ് എടുത്തു കഴിഞ്ഞ് കുറേ ദിവസങ്ങൾ കഴിഞ്ഞാലേ ഇത് തനിയെ അടയുന്ന ഒരു സംവിധാനം ഉണ്ടാവുകയുള്ളൂ. ആ സമയത്ത് നമ്മൾ ടെസ്റ്റിന് പോകുമ്പോൾ ഈ പോകുന്ന സ്ഥലത്തൊക്കെ നിങ്ങൾക്കറിയാം, കിംസ് ഹോസ്പിറ്റൽ അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. പിന്നെ അതിൻ്റെ ഓരോ ബിൽഡിങ്ങിലും ഓരോ ക്യാൻറ്റീനാണ്. ക്യാൻറ്റീനല്ല, ഈ കോഫി ഹൗസ് പോലെ പപ്സും ബന്നും ഒക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്ന സ്ഥലമുണ്ട്. ഇപ്പോൾ കൊണ്ടുപോകുന്ന സ്ഥലത്തുനിന്ന് എൻ്റെ മനുഷ്യൻ ഇങ്ങനെ അടുത്തുള്ള ആൾക്കാരൊക്കെ എന്നെ ആദ്യം തട്ടി വിളിച്ചിട്ട് എനിക്കത് വാങ്ങിച്ചതാ, സൗണ്ടില്ല, എനിക്കത് വാങ്ങിച്ചതാ എന്നിങ്ങനെ ചോദിക്കും. ഞാനത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് കൊടുക്കാൻ പറ്റൂല. അപ്പം ഞാനത് മൈൻഡ് ചെയ്യുന്നില്ല എന്ന് കാണുമ്പോൾ വഴി കൂടി പോകുന്നവരെയൊക്കെ ഇങ്ങനെ തട്ടി വിളിച്ചിട്ട് എനിക്കത് വാങ്ങിച്ചതാ എന്ന് പറയുന്ന എൻ്റെ ഭർത്താവിനെ എനിക്ക് മറക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. കാരണം ഒരു സ്പൂണ് വെള്ളം എനിക്ക് താ എന്ന് പറഞ്ഞ് എൻ്റെ ഭർത്താവ് യാചിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ആ ഹോസ്പിറ്റലിൽ. എൻ്റെ പട്ടിണി മാറ്റിയ മനുഷ്യനാണ്, എൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് എനിക്ക് കൈ തന്ന മനുഷ്യനാണ്. പക്ഷെ അതേ മനുഷ്യൻ തന്നെ ഒരു സ്പൂണ് വെള്ളം എനിക്കൊരു സ്പൂണ് വെള്ളം താ എന്ന് പറഞ്ഞ് യാചിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ഈ മനുഷ്യനെ ഇങ്ങനെ ജീവനോടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ദിവസമെങ്കിലും എൻ്റെ മനുഷ്യന് ജീവൻ കൊടുക്കണേ റബ്ബേ, എൻ്റെ മനുഷ്യന് ആഗ്രഹിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ വാങ്ങിച്ച് എൻ്റെ മനുഷ്യന് കൊടുക്കാൻ എനിക്ക് സാധിക്കണേ എന്ന് പറഞ്ഞ് ഞാൻ അത്ര ആഗ്രഹിച്ച് ആ കിടക്കയിൽ നിന്ന് എൻ്റെ ഭർത്താവിനെ ഞാൻ തിരിച്ചു കൊണ്ടുവന്ന് ഇന്നീ നിമിഷം വരെ എൻ്റെ മനുഷ്യൻ എന്ത് ആഹാര സാധനം ആഗ്രഹിക്കുന്നു അതെനിക്ക് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. അത് എൻ്റെ കഴിവ് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ആ ഒരു വല്ലാത്തൊരു കിടക്കയിൽ കിടക്കുമ്പോഴും എനിക്ക് ബിരിയാണി വാങ്ങിച്ചതാ, ഞാനൊരു ദിവസം 4 ബിരിയാണിയൊക്കെ തിന്നുന്ന ആളാണ്, എനിക്കൊരു ഭക്ഷണം വാങ്ങിച്ചതാ, എനിക്ക് നല്ല ആഹാരം വാങ്ങിച്ചതാ എന്ന് എൻ്റെ മനുഷ്യൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ ഞാൻ
ഒരിക്കലും എൻ്റെ മനുഷ്യൻ ഒരാളെ വേദനിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല. ഒരാളെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന ഒരാളുമല്ല. പക്ഷെ ആ ഒരു മനുഷ്യൻ പോലും അത്തരത്തിൽ വേദനിക്കുന്നത് അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ആഹാരത്തിന് വേണ്ടിയിട്ട് യാചിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അത്രയും കഷ്ടങ്ങൾ താണ്ടി വന്ന ഞാൻ മറ്റൊരാളുടെ പൈസ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ മറ്റൊരാളുടെ കുടുംബം തകർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് എന്ന് പറയുമ്പോൾ ശരിക്കും ഈ പറയുന്ന ആൾക്കാരോട് എനിക്ക് ശരിക്കും പറഞ്ഞ പുച്ഛമാണ് തോന്നുന്നത്. കാരണം ഒരു ജീവിതം, എൻ്റെ സ്വന്തം ജീവിതം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നടത്തിയ ഒരു യുദ്ധമുണ്ട്. വിധിയോട് പോലും പടപൊരുതിയ ഒരു കഷ്ടപ്പാടുണ്ട്, ഒരു വേദനയുണ്ട്. അതിനെയൊക്കെ ഇന്ന് ആൾക്കാർ പരിഹസിക്കുന്നത് കാണുമ്പോൾ ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ അവരോട് എനിക്ക് ഒന്നും തന്നെ പറയാനില്ല എന്നുള്ളതാണ്. ഇതെനിക്ക് എൻ്റെ ജനങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഞാൻ താണ്ടി വന്ന കനൽ വഴികൾ നിങ്ങൾക്കൊന്നും ചിന്തിക്കാൻ കഴിയില്ല മനുഷ്യരെ. ഞാനെന്ന വ്യക്തി താണ്ടി വന്ന കനൽ വഴികൾ നിങ്ങൾക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയില്ല. ആ കടന്നു വന്ന വഴികളിനെ നിങ്ങൾ ആക്ഷേപിക്കുമ്പോഴുണ്ടല്ലോ, ശരിക്കും നിങ്ങൾ ചൂണ്ടുന്ന ചൂണ്ടുവിരലിന് മുകളിൽ എൻ്റെ സർവശക്തനുണ്ട് എന്നുള്ള ഒരൊറ്റ വിശ്വാസത്തിലാണ് ഞാൻ നിങ്ങളോട് മൗനം പാലിക്കുന്നത്. ഞാൻ ചില കാര്യങ്ങളിൽ മൗനം പാലിക്കുമ്പോഴും നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ എന്തോ തെറ്റ് ചെയ്ത് അതുകൊണ്ട് ഞാൻ മൗനം പാലിക്കുന്നു, എനിക്ക് അവരോട് തർക്കിക്കാനോ എനിക്ക് അവരോട് സംസാരിക്കാനോ സാധിക്കുന്നില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പറഞ്ഞ ആൾക്കാരെ ഞാൻ തിരിച്ചു പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അമ്മയെ പറഞ്ഞ ആൾക്കാരെ ഞാൻ തിരിച്ചു പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും നമ്മൾ ഒരേപോലെ അല്ല ഭക്ഷണം വിളമ്പുന്ന. ഇപ്പൊ വിശക്കുന്ന എന്ന് പറഞ്ഞു വരുന്ന എല്ലാവർക്കും നമുക്ക് ഒരുപോലെ. എൻ്റെ 5 മക്കളുണ്ടെങ്കിൽ എൻ്റെ 5 മക്കളും ഒരേ ആഹാരം കഴിക്കുന്ന ആൾക്കാരല്ല. എൻ്റെ മോള് തൈരോ പാലുൽപ്പന്നങ്ങളോ കഴിക്കാത്ത ഒരു മോൾ എനിക്കുണ്ട്. അതുപോലെ ചമ്മന്തി കഴിക്കാത്തൊരു മോൻ എനിക്കുണ്ട്. മോരുകറി കഴിക്കാത്ത ആളുണ്ട്. അപ്പൊ അതുപോലെ ബീഫ് കഴിക്കാത്ത മക്കളുണ്ട്. ഈ മക്കൾക്കൊക്കെയും ഞാൻ വ്യത്യസ്തമായ ഫുഡുകളാണ് ഇവർക്ക് ഞാൻ കൊടുക്കുന്നത്, അവരുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ട്, അവരുടെ രീതിക്കനുസരിച്ചിട്ട്. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റണമെന്നില്ല. പക്ഷേ അവിടെയും മറുപടി, എനിക്ക് കൊടുക്കാൻ പറ്റാത്ത മറുപടി കൊടുക്കാൻ ചിലപ്പോൾ എൻ്റെ സർവശക്തൻ തന്നെ ഇറങ്ങി വന്നേക്കാം. കാരണം ഞാൻ അനുഭവിച്ച ആ കഷ്ടപ്പാടിനെ വെറും തുച്ഛമായ പൈസ കൊണ്ട് അളക്കുന്ന ആൾക്കാരുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങിച്ച പൈസ എനിക്ക് തിരിച്ചു തന്നുകൊണ്ട് എന്നെ തന്നെ അളക്കുന്ന, എൻ്റെ കഷ്ടപ്പാടുകളെ അളക്കുന്ന നിങ്ങളോടൊക്കെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ പുച്ഛമല്ല തോന്നുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ സൃഷ്ടാവിനെ പോലും ഭയമില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് വിഷമം തോന്നുന്നത്. എന്നിട്ട് അതേ നിങ്ങൾ തന്നെ അള്ളാഹു, ദൈവം, മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോഴത്തേക്കുണ്ടല്ലോ, ശരിക്കും എനിക്ക് നിങ്ങളോട് പുച്ഛവും ഇല്ല, സഹതാപവും തോന്നുന്നില്ല. കാരണം നിങ്ങൾ എനിക്ക് നേരെ ചൂണ്ടുന്ന ചൂണ്ടുവിരലിനും മുകളിൽ എൻ്റെ സർവശക്തനുണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസം തന്നെയാണ്. ഇതേ ജനങ്ങൾക്ക് മുന്നിൽ അവർക്ക് കാണാനായിട്ട് സാധിക്കും എൻ്റെ കഷ്ടപ്പാടിന്, എൻ്റെ വിഷമത്തെയും എൻ്റെ വേദനയെയും തുച്ഛമായ പൈസ കൊണ്ടും അവിഹിതം കൊണ്ടും അളക്കുന്ന നിങ്ങൾക്ക് എൻ്റെ സൃഷ്ടാവ് ഉത്തരം പറയുന്നത് വരെ ചിലപ്പോൾ എനിക്ക് മൗനം പാലിക്കേണ്ടതായിട്ട് വരും.